നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള ദീപകിൻ്റെ ആത്മഹത്യയിലേക്ക് നയിച്ച സംഭവം വലിയ ഒരു കോളിളക്കമാണ് കേരളത്തിൽ സൃഷ്ടിച്ചത്. പലരും ഇന്നത്തെ കാലത്ത് സ്ത്രീകൾക്ക് ലഭിക്കുന്ന നിയമസാധുതകൾ വെച്ചുകൊണ്ട് പലതരത്തിലുള്ള ആ പ്രിവിലേജ് ദുരുപയോഗം ചെയ്യുന്നു എന്ന തരത്തിൽ പലപ്പോഴും പല പുരുഷന്മാർ വിമർശനങ്ങൾ ഉന്നയിക്കാറുണ്ട്. ഇവിടെ പുരുഷന്മാർക്കെതിരെ എന്തെങ്കിലും ഇത്തരത്തിൽ ആരോപണങ്ങൾ വരുമ്പോൾ അവർക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല എന്നുള്ള വിമർശനവും അതുപോലെ തന്നെ ചർച്ചകളും പലപ്പോഴും നടക്കാറുണ്ട്. ഏതായാലും കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള ദീപകിൻ്റെ ആത്മഹത്യ പക്ഷേ വലിയ കോളിളക്കം സൃഷ്ടിച്ചപ്പോൾ അതിൽ പ്രതിയായിട്ടുള്ള ഷിംജിത മുസ്തഫയെ പോലീസ് വളരെ വേഗത്തിൽ തന്നെ പിടികൂടിയിരുന്നു. ഇതോടുകൂടി ഇത്തരത്തിലുള്ള വിമർശകർക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ദുരുപയോഗം ചെയ്ത് ഒരാളുടെ മരണത്തിനിടയാക്കുന്ന പലതരത്തിലുള്ള കണ്ടന്റുകൾ ഉണ്ടാക്കുന്ന ആളുകൾക്കെല്ലാം തന്നെ ഇതൊരു പാഠമായിരുന്നു. ഇപ്പോൾ ഷിംജിത മുസ്തഫ റിമാൻഡിലാണ്. അതിനിടയിൽ ജാമ്യത്തിന് ശ്രമിച്ചപ്പോഴൊക്കെ തന്നെ കോടതി അത് തള്ളുകയും ചെയ്തിരുന്നു. ഇപ്പോൾ പ്രതി ഷിംജിത മുസ്തഫയെ കസ്റ്റഡിയിൽ ലഭിക്കാൻ പോലീസ് അപേക്ഷ നൽകിയിരിക്കുകയാണ്. കുന്നമംഗലം മജിസ്ട്രേറ്റ് കോടതി ഇന്ന് അപേക്ഷ പരിഗണിക്കും. ഷിംജിതയുടെ ജാമ്യാപേക്ഷ കോടതി തള്ളിയതിന് പിന്നാലെയാണ് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ തെളിവെടുപ്പ് നടത്താൻ അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. പ്രതിയെ കസ്റ്റഡിയിൽ ലഭിച്ചാൽ സംഭവ ദിവസം യാത്ര ചെയ്ത സ്വകാര്യ ബസ്സിലെത്തിച്ച് തെളിവെടുപ്പ് നടത്താനാണ് പോലീസിന്റെ നീക്കം. അതായത് ഇതിൻ്റെ എല്ലാം തന്നെ തുടക്കം ഒരു ബസ് യാത്രക്കിടെയായിരുന്നു. ആ ബസ്സിൽ അന്ന് ഷിംജിത മുസ്തഫയും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ആത്മഹത്യ ചെയ്തിട്ടുള്ള ദീപക്കും ഉണ്ടായിരുന്നു. വളരെ തിരക്കേറിയ ബസ്സിൽ തന്നെ മോശമായി സ്പർശിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ എടുക്കുകയും അത് ദീപകിനെ വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് കുറിപ്പും പങ്കുവെച്ച് അത് പോസ്റ്റ് ചെയ്യുകയും ചെയ്തതാണ് പിന്നീട് ദീപകിൻ്റെ ആത്മഹത്യയിലേക്ക് നയിച്ചത്. അതുകൊണ്ട് തന്നെ ഏറ്റവും നിർണായകമായിട്ടുള്ള തെളിവെടുപ്പ് നടക്കാൻ സാധ്യതയുള്ള ഇടം ഈ ഒരു ബസ് തന്നെയാണ്. കാരണം ആ ബസ്സിനുള്ളിലുള്ള ദൃശ്യങ്ങളായിരുന്നു ഷിംജിത തൻ്റെ മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ച് പിന്നീട് എഡിറ്റ് ചെയ്ത് തൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ പോസ്റ്റ് ചെയ്തത്. ആ ബസ്സിനുള്ളിലെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച് പോലീസ് പരിശോധിച്ചപ്പോഴൊന്നും തന്നെ അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെന്നും അറിയിച്ചിട്ടുണ്ടായിരുന്നു. ബസ്സിനുള്ളിൽ ഇരുവരും സാധാരണ യാത്രക്കാരെ പോലെ തന്നെ സഞ്ചരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ മാത്രമായിരുന്നു. പക്ഷേ അതിനുള്ളിൽ വേറെ മറ്റൊരു തരത്തിലുള്ള ദീപക് ഇത്തരത്തിൽ മോശമായി പെരുമാറിയെന്ന് ഷിംജിത ആരോപിക്കുന്ന തരത്തിലുള്ള സംഭവങ്ങളൊന്നും തന്നെ അതിനുള്ളിൽ ഉണ്ടായിരുന്നില്ലെന്ന് പോലീസ് അറിയിക്കുകയും ചെയ്തിരുന്നു. ഇനിയുള്ള നിർണായക തെളിവ് എന്ന് പറയുന്നത് ഷിംജിതയുടെ മൊബൈൽ ഫോണിലെ ദൃശ്യങ്ങളാണ്. ഏതായാലും ഇപ്പോൾ അതിലൊക്കെ തന്നെ കൃത്യമായിട്ട് പല തെളിവുകളുമുണ്ട്. ഇനി ആ ബസ്സിൽ വെച്ച് ഒരു തെളിവെടുപ്പ് ഷിംജിതയുമായി നടത്താനുള്ള സാധ്യതയാണോ കാണുന്നത്? ദീപകിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്താനും വീഡിയോ ചിത്രീകരിച്ച സാഹചര്യത്തെക്കുറിച്ച് വിശദമായ മൊഴി രേഖപ്പെടുത്താനുമാണ് ഷിംജിതയെ ചോദ്യം ചെയ്യുന്നത്. ഷിംജിതയുടെ ഫോണിൽ നിന്ന് കണ്ടെത്തിയ ദൃശ്യങ്ങൾ എഡിറ്റ് ചെയ്യപ്പെട്ടതാണെന്ന് പോലീസിന് സംശയമുണ്ട്. ഈ വീഡിയോകൾ എഡിറ്റ് ചെയ്യാൻ മറ്റാരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ എന്നും ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിക്കും. ഇതിനായി കസ്റ്റഡിയിലെടുത്ത മൊബൈൽ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു കഴിഞ്ഞു. ജാമ്യം നൽകിയാൽ പ്രതി സാക്ഷികളെ സ്വാധീനിക്കാനും തെളിവുകൾ നശിപ്പിക്കാനും സാധ്യതയുണ്ടെന്ന പോലീസ് റിപ്പോർട്ട് കണക്കിലെടുത്താണ് കുന്നമംഗലം മജിസ്ട്രേറ്റ് കോടതി കഴിഞ്ഞ ദിവസം ജാമ്യാപേക്ഷ തള്ളിയത്. സമൂഹ വിചാരണ എന്ന ലക്ഷ്യത്തോടെയാണ് ഷിംജിത വീഡിയോ പ്രചരിപ്പിച്ചതെന്ന പ്രോസിക്യൂഷൻ വാദം കോടതി അംഗീകരിച്ചു. നിലവിൽ മഞ്ചേരി സബ് ജയിലിൽ റിമാൻഡിലാണ് ഷിംജിത. കഴിഞ്ഞ ആഴ്ചയ്ക്ക് മുൻപാണ് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ബസ് സ്റ്റാൻഡിലേക്കുള്ള യാത്രയ്ക്കിടെ ലൈംഗിക ഉദ്ദേശത്തോടെ തൻ്റെ ശരീരത്തിൽ സ്പർശിച്ചെന്നും ഇക്കാര്യം താൻ വീഡിയോയിൽ ചിത്രീകരിക്കുന്നത് കണ്ടിട്ടും അതിക്രമം തുടർന്നെന്നുമായിരുന്നു ദീപകിൻ്റെ പേര് പരാമർശിക്കാതെ എന്നാൽ മുഖം വ്യക്തമാകും വിധം ഷിംജിത സമൂഹ മാധ്യമത്തിൽ വീഡിയോ സഹിതം ഉന്നയിച്ച ആരോപണം. എഡിറ്റ് ചെയ്ത ആദ്യ വീഡിയോയിൽ ബസ് യാത്രയിലെ ദൃശ്യവും രണ്ടാമത്തെ വീഡിയോയിൽ സംഭവത്തെക്കുറിച്ചുള്ള ഷിംജിതയുടെ വിശദീകരണവും ഉണ്ടായിരുന്നത്. ഒരു ദിവസം കൊണ്ട് 23 ലക്ഷത്തോളം പേർ ഈ വീഡിയോ കണ്ടു. മാനക്കേട് താങ്ങാനാകാതെ മനസ്സ് തകർന്നാണ് മകൻ ജീവൻ ഒടുക്കിയതെന്നും ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലെന്നും മകൻ തന്നോട് പറഞ്ഞതായും വ്യക്തമാക്കിയാണ് അമ്മ കന്യക മുഖ്യമന്ത്രിക്കും പോലീസ് മേധാവിക്കും പരാതി നൽകിയത്. ദീപകിൻ്റെ ആത്മഹത്യയിൽ പ്രതി ഷിംജിതയ്ക്കെതിരെ പരാതിയും യാത്രയ്ക്കായിട്ടുള്ള ഒരു പെൺകുട്ടി കൂടി നൽകിയിട്ടുണ്ടായിരുന്നു. ജനുവരി 17 കണ്ണൂർ സിറ്റി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. കാരണം അന്ന് പയ്യന്നൂരിൽ ദീപക്കും ഷിംജിതയും സഞ്ചരിച്ച ബസ്സിൽ ഒപ്പമുണ്ടായിരുന്ന യുവതിയാണ് പോലീസിനെ സമീപിച്ചത്. മറ്റൊന്നുമല്ല, സോഷ്യൽ മീഡിയയിൽ ഷിംജിത അന്ന് പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ തൻ്റെ മുഖം വെളിപ്പെടുത്തിയെന്നും ചൂണ്ടിക്കാട്ടിയാണ് സഹയാത്രിക പരാതി നൽകിയിരിക്കുന്നത്. ആ വീഡിയോ ദൃശ്യങ്ങൾ കണ്ടവരായിരിക്കും നമ്മളെല്ലാവരും. അതിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഒരു വീഡിയോ ദൃശ്യത്തിൽ തൊട്ടപ്പുറത്ത് ഒരു പെൺകുട്ടിയുടെ ചിത്രം കൂടി അല്ലെങ്കിൽ ആ പെൺകുട്ടി കൂടി തൊട്ടപ്പുറത്ത് നിന്നിട്ട് യാത്ര ചെയ്യുന്നത്
കാണാനായിട്ട് സാധിക്കും. എന്നാൽ ആ പെൺകുട്ടി അനാവശ്യമായിട്ടാണ് ഈ ഒരു വീഡിയോയിലേക്ക് വലിച്ചിഴച്ചിരിക്കുന്നത്. നമുക്ക് മറ്റൊരാളുടെ സമ്മതമില്ലാതെ മറ്റൊരാളെ വീഡിയോ ചിത്രീകരിക്കുകയും അത് വളരെ നെഗറ്റീവ് പബ്ലിസിറ്റിക്കായിട്ട് ഉപയോഗിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവർക്കത് പരാതി നൽകാനുള്ള നിയമവശങ്ങളൊക്കെ തന്നെയുണ്ട്. ഏതായാലും അത് മനസ്സിലാക്കിയായിരിക്കണം ആ പെൺകുട്ടി തൻ്റെ മുഖം കൂടി ഇത്രയും ഒരാളുടെ മരണത്തിനിടയാക്കിയ വീഡിയോ ദൃശ്യത്തിലുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് ആ പെൺകുട്ടിയും ഷിംജിതയ്ക്കെതിരെ പരാതി നൽകിയിരിക്കുന്നത്. മാത്രമല്ല പ്രചരിക്കുന്ന വീഡിയോയിൽ നിന്നും തന്നെ ഒഴിവാക്കണമെന്നാണ് ആവശ്യം. കേസിൻ്റെ ഭാഗമായി അന്വേഷണം വരികയാണെങ്കിൽ എല്ലാം തുറന്നു പറയാൻ തയ്യാറാണെന്നും യുവതി വ്യക്തമാക്കുന്നുണ്ട്. അതായത് വളരെ നിർണായകമായിട്ടുള്ള ഒരു സാക്ഷി കൂടിയാകും ഈ പെൺകുട്ടി. കാരണം തൊട്ടപ്പുറത്താണ് ഈ പെൺകുട്ടി ഷിംജിത ഈ മൊബൈൽ ഫോണിൽ ഈ ഒരു ദൃശ്യം ചിത്രീകരിക്കുമ്പോൾ ഏറ്റവും തൊട്ടടുത്ത് ഈ ഒരു പെൺകുട്ടി നിൽക്കുന്നത്. സ്വാഭാവികമായിട്ടും ആ പെൺകുട്ടിയും ഒരു പക്ഷേ ഇതെല്ലാം കണ്ടിരുന്നോ, ആ പെൺകുട്ടി എന്താണ് പറയുന്നത് എന്നുള്ളത് കൂടി ഒരു പക്ഷേ അന്വേഷണം ഏതെങ്കിലും ഒരു തലത്തിലേക്ക് കടക്കുമ്പോൾ ഈ ഒരു പെൺകുട്ടിയുടെ കൂടി മൊഴിയെടുക്കാനുള്ള സാധ്യതയുമുണ്ട്. ഇനി പോലീസ് കസ്റ്റഡിയിൽ നിന്ന് അപേക്ഷ നൽകിയിട്ടുണ്ട്. കോടതി അതിനുള്ള അധികാരം നൽകുകയാണെങ്കിൽ തന്നെ ഈ ഒരു ബസ്സിൽ വെച്ച് തെളിവെടുപ്പ് നടത്തുമെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ഷിംജിതയെ പുറത്തേക്ക് എത്തിക്കുമ്പോൾ വലിയ രീതിയിലുള്ള ജനരോക്ഷം ഉയരാനുള്ള സാധ്യത ഏറെയാണ്. കാരണം അന്ന് ഷിംജിതയെ പിടിച്ച് പോലീസ് ജയിലിനകത്തോട്ട് ആക്കുന്ന സമയത്ത് തന്നെ വലിയ രീതിയിൽ ആളുകൾ അവിടെ തടിച്ചുകൂടുകയും ഷിംജിതയ്ക്കെതിരെ ചീത്ത വിളിക്കുകയും കൂക്കുവിളികളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. പോലീസ് വളരെ പണിവെട്ടാണ് ഈ പ്രതിഷേധക്കാരെയൊക്കെ തന്നെ അവിടെ നിന്ന് മാറ്റിയത്. ഒരുപാട് പുരുഷന്മാരാണ് അവിടെ അന്ന് ചെറുപ്പ വലിപ്പമില്ലാതെ ഇത്തരത്തിൽ ഒരു സാമൂഹിക വിചാരണയ്ക്കായിട്ട് മറ്റൊരു മനുഷ്യനെ വലിച്ചിട്ടുകൊടുത്ത ഈ ഷിംജിതയ്ക്കെതിരെ അന്ന് പ്രതിഷേധവുമായിട്ട് ജയിലിന് പുറത്തൊക്കെ തന്നെ വന്നിട്ടുണ്ടായിരുന്നത്. ഷിംജിതയെ കൊണ്ടുവരുന്ന വാഹനത്തിന് ചുറ്റും ഇത്തരത്തിലുള്ള പ്രതിഷേധക്കാർ വളയുന്നതും പലതരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ ഷിംജിതയ്ക്കെതിരെ ഉറക്കെ വിളിക്കുന്നതും നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഷിംജിതയുമായിട്ട് തെളിവെടുപ്പിനെത്തുമ്പോൾ ജനങ്ങൾ ഷിംജിതയെ വളയാനുള്ള സാധ്യതയുണ്ട്. പോലീസിന് ഏറെ പണിയായിരിക്കും ഇനി ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിലും അതുപോലെ നേരിട്ടും പല ചർച്ചകളിലൊക്കെ തന്നെ ഷിംജിതയ്ക്കെതിരെ വിമർശനം ഉയർന്നു നിൽക്കുന്ന ഘട്ടം കൂടിയാണ്. തീർച്ചയായിട്ടും ഇനി എന്നാണ് തെളിവെടുപ്പിന് കൊണ്ടുവരിക എന്നുള്ളതിനെക്കുറിച്ചൊന്നും കൂടുതൽ വിശദാംശങ്ങളില്ല. ഇപ്പോഴും റിമാൻഡിലാണ് ഷിംജിതയുള്ളത്.